നമസ്കാരം. ഇന്ത്യയെ വളഞ്ഞ ചൈനയും പാകിസ്ഥാനും തുർക്കിയും. ഇന്ത്യയുടെ ആക്രമണത്തിൽ തുർക്കി ചാരമായി. ഇന്ത്യക്ക് ശത്രുക്കൾ രണ്ടായിരുന്നു ഒരു കാലത്ത്, ചൈനയും പാകിസ്ഥാനും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യക്ക് ഇതാ ഒരു മൂന്നാം ശത്രു കൂടി പിറവിയെടുത്തിരിക്കുന്നു, തുർക്കി. ഇതുവരെ രണ്ട് ശത്രു രാജ്യങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ആശങ്ക കൂടുതൽ സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രതിരോധ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ മൂന്നാമതൊരു ശത്രുവിനെ കൂടി ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, തുർക്കി. ഇപ്പോൾ തുർക്കി കൂടി ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭാഗമാകുന്നതോടെ ഇന്ത്യയുടെ തിരിച്ചടി ആദ്യം തുർക്കിയിലായിരിക്കും. എർദോഗന്റെ തുർക്കി അതോടെ ചാരമാകും. പാകിസ്ഥാൻ ആയുധങ്ങളും പ്രതിരോധ സാങ്കേതിക വിദ്യയും നൽകുന്ന രാജ്യമെന്ന നിലയിലാണ് എർദോഗൻ നയിക്കുന്ന തുർക്കിയെ കൂടി ഇന്ത്യ ശത്രു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ആയുധങ്ങൾ മാത്രമല്ല, തുർക്കിയുടെ കൂടി ആയുധങ്ങൾ മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഇന്ത്യക്കെതിരായിട്ടുള്ള ചൈന പാകിസ്ഥാൻ തുർക്കി കൂട്ടുകെട്ടിനെ തിന്മയുടെ അച്ചുതണ്ട് അഥവാ ആക്സിസ് ഓഫ് ഈവിൽസ് എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധരടക്കം വിശേഷിപ്പിക്കുന്നത്. തുർക്കി കാശ്മീരിന്റെ കാര്യത്തിൽ പാകിസ്ഥാനൊപ്പം നിൽക്കുകയാണ്. ഇതിനു പുറമെ പാകിസ്ഥാനെ സൈനികമായിട്ടും പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലുമൊക്കെ സഹായിക്കുക കൂടിയാണ്. ഖാൻ എന്ന 5ാം തലമുറ വിമാനം വികസിപ്പിക്കുന്നത് തന്നെ പാകിസ്ഥാനും തുർക്കിയും ചേർന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ബൈറക്ടർ ഡ്രോണുകളുടെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ വരെ തുർക്കി പാകിസ്ഥാന് നൽകിയിരുന്നു എന്നതാണ്. ആയുധങ്ങൾ അടങ്ങിയ കപ്പലും വിമാനവും തുർക്കിയിൽ നിന്ന് ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് പാകിസ്ഥാനിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായി. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യ കൈയയച്ച് സഹായം നൽകിയ തുർക്കി ചതിക്കുമെന്ന് ഇന്ത്യ ഒരിക്കലും കരുതിയതുമില്ല. മതമാണ് 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 തുർക്കിയുടെ മുൻഗണന എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഭാവി യുദ്ധത്തിൽ പാകിസ്ഥാൻ തുർക്കി കൂട്ടുകെട്ട് തീരാ തലവേദനയും അങ്ങേറ്റം അപകടകരവുമാണ് എന്ന് ഇന്ത്യ കണക്ക് കൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു യുദ്ധത്തിന്റെ സാഹചര്യവും തിരിച്ചടികളോ ഉണ്ടാകുന്ന ആദ്യത്തെ നിമിഷം ചാരമാകാൻ പോകുന്നതും തിരിച്ചടിക്കുന്നതും തുർക്കിയായിരിക്കും. തുർക്കി ഒരു നിമിഷം കൊണ്ട് ചാരമായി തീരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഒരു കാര്യം മനസ്സിലാക്കി. ടാങ്കുകളും യുദ്ധവിമാനങ്ങളും മാത്രമല്ല യുദ്ധക്കളമെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. ഡ്രോണുകളും ഡ്രോൺ സ്വാമുകളും AI പ്രവർത്തിക്കുന്ന ആയുധ സംവിധാനങ്ങളും സൈബർ യുദ്ധം, നെറ്റ്വർക്ക് സൈനിക പങ്കാളിത്തം എന്നിവയാണ് ഇനി യുദ്ധത്തെ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് ഇന്ത്യക്ക് ഉണ്ടായിക്കഴിഞ്ഞു. തുർക്കി ഈ ആധുനിക ആയുധ സംവിധാനങ്ങളുടെ കേന്ദ്രമാണ്. ഡ്രോണുകൾ, ഡ്രോൺ സ്വാമുകൾ, AI പ്രവർത്തനക്ഷമമായിട്ടുള്ള ആയുധ സംവിധാനങ്ങൾ എന്നിവയിൽ തുർക്കി മുന്നിലുമാണ്. ലിബിയ, നഗാർണോ കരാബാക്, ഉക്രൈൻ, സിറിയ എന്നിവിടങ്ങളിലൊക്കെ യുദ്ധത്തിൽ നിർണായകമായിട്ടുള്ള ഗതിമാറ്റം ഉണ്ടാക്കിയ രാജ്യമാണ് തുർക്കി എന്നുള്ളത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ യുദ്ധഭീഷണി സാഹചര്യം കാര്യമായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ വളരെ അയഞ്ഞ ഒരു ചൈന പാകിസ്ഥാൻ തുർക്കി അച്ചുതണ്ട് ഇന്ത്യക്കെതിരെ നീങ്ങുന്നതായിട്ട് ഇന്ത്യ മുൻകൂട്ടി കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ മുൻനിരയിൽ പാകിസ്ഥാൻ നിലകൊള്ളുമെങ്കിലും അവർക്ക് പ്രതിരോധ സാങ്കേതിക വിദ്യ, നയതന്ത്ര പങ്കാളിത്തം എന്നിവ നൽകിക്കൊണ്ട് തുർക്കി പിന്നിൽ അടിയുറച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒരു ദശകത്തിന് മുൻപുള്ള പാകിസ്ഥാൻ ആയിരിക്കില്ല വരും വർഷങ്ങളിലെ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ തുർക്കിയെ കൂടി മനസ്സിൽ കണ്ടാണ് ഇന്ത്യ ഡ്രോണുകളെ തകർക്കുവാനുള്ള ആളില്ലാ വിമാനങ്ങളും ചാവേർ ഡ്രോണുകളും അതുപോലെ തന്നെ ലേറ്ററിംഗ് മ്യൂണിഷനും വേണ്ടിയിട്ട് വലിയ വലിയ തോതിൽ പണം മുടക്കുന്നത്. പ്രവർത്തനക്ഷമമായിട്ടുള്ള യുദ്ധോപകരണങ്ങളും പ്രതിരോധ സാങ്കേതിക വിദ്യകളും കൂടുതലായിട്ട് ഇന്ത്യ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം തദ്ദേശീയമായിട്ടുള്ള സൈനിക സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുന്നതും തുർക്കിയുടെ US ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളുമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ബന്ധം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യക്കെതിരെ തിരിയാൻ ശത്രു രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയെ വളഞ്ഞ് പാകിസ്ഥാനും ചൈനയും തുർക്കിയും തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ ആക്രമണോത്സുകത എന്ന് പറയപ്പെടുന്ന തിരിച്ചറിയാൻ പോകുന്നത് തുർക്കിയായിരിക്കും, എർദോഗന്റെ തുർക്കി. കാരണം ആദ്യത്തെ വെടിപൊട്ടുന്നത് തുർക്കിയിലായിരിക്കും. ആ വെടിപൊട്ടലോടുകൂടി തന്നെ ആ രാജ്യം ചാരമായി തീർക്കുവാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട് എന്നെങ്കിലും തിരിച്ചറിയുവാൻ ഈ 3 രാജ്യങ്ങളും ശ്രമിക്കുക.